ഹലോ 2 ദിവസം മുന്നേ നമ്മൾ ഓഹോ ബീച്ച് വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ബീച്ച് ഉണ്ടെന്ന് അറിഞ്ഞ തന്നെ കുറച്ച് നാൾ മുന്നാട്ടോ. അപ്പോൾ അതേ നമ്മൾ അമ്മമ്മയ്ക്ക് ടാറ്റ കൊടുത്തിട്ടാണ് പോയത്. കാരണം നമ്മൾ ഇന്ന് പോയാൽ പിന്നെ ഇന്ന് അമ്മ വീട്ടിലേക്ക് തിരിച്ചു വരാമെന്ന് അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ പോണ വഴിക്ക് ചേച്ചീൻ്റെ പിക്ക് ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആളോടും കുറച്ച് നേരം സംസാരിച്ച് പിന്നെ നമ്മൾ ഏകദേശം എത്താറായിട്ട് ഇവിടെ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ ഓഹോ ബീച്ചിലേക്ക്. അപ്പോൾ ഈ പോണ വഴിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാട്ടോ. ഒന്ന് ഈ പാടഭാഗവും പിന്നെ ഈ കായലും. പക്ഷേ ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. അവിടെ എന്താ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓഹോ ബീച്ചിൽ എത്തിയിട്ട് അവിടെ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. ഒരു 3:30 ടൈമിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞാണ് ഞങ്ങൾ കടലിലൊക്കെ ഇറങ്ങിയത്. അമ്മയും വലിയമ്മയും വെയിൽ കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞങ്ങൾ 4 ആളും കടലിൽ ഇറങ്ങിയിട്ടോ. ചേട്ടന്മാരൊക്കെ അങ്ങനെ ഒറ്റത്തി കൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ചാൽ അധികം കരേൻ്റെ ഭാഗത്തോട്ട് നിന്ന്. കാരണം ഞങ്ങൾക്ക് നല്ല പേടിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ഇറങ്ങി പോയിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ ഇത്രയും ദൂരത്തേക്ക് പോകണം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അത്ര പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം കുറച്ച് പേടി ഉണ്ടായിരുന്നു. പിന്നെ അത് അങ്ങോട്ട് മാറിയിട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു സൂര്യാസ്തമയം വരെ കളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി കേട്ടോ. ഒരു സൂര്യാസ്തമയം കഴിയപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി. കാരണം അമ്മയും വലിയ ബാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം വൈകുന്നേരമായി നല്ല ബ്ലോക്കാവും. പക്ഷെ ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും സൂര്യാസ്തമയം കഴിഞ്ഞുകൂടാ. അതെൻ്റെ ചേട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഫോട്ടോ എടുക്കാൻ നിന്നിട്ട് വൈകുന്നേരം ഇപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോൻ്റെ ഏറ്റവും അവസാനം ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ പാർക്കിങ്ങിൻ്റെ അവിടേക്കായിട്ട് പോയത്. അപ്പോഴും ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഇരുട്ടാവാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ ഇടയിൽ ചേട്ടൻ്റെ ഫോണിൽ മണൽ കയറിയിട്ടാണ്. അത് റെഡിയാക്കാൻ കയറി. പക്ഷേ അത് റെഡിയാക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടോ പോയത്. ഞങ്ങൾ അന്ന് മൂവിക്ക് പോയ സമയത്ത് ഫുഡ് കഴിച്ച സ്ഥലം തന്നെ കേട്ടോ. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഞങ്ങൾ മന്തിയെല്ലാം കഴിച്ചിട്ട് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് കേട്ടോ പോയത്. എൻ്റെ വീട്ടിലേക്ക് ചേട്ടൻ വന്നില്ല കേട്ടോ. കാരണം ചേട്ടൻ്റെ ബൈക്ക് അമ്മയുടെ വീട്ടിലിരിക്കുന്നത്. സോ അപ്പോൾ അവന് നാളെ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബൈക്ക് വേണം. ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് അവർ തിരിച്ചു പോയിട്ട് ഏകദേശം ഒരു 9:30-10 മണി കഴിഞ്ഞിട്ട് കേട്ടോ. നിറമാടും മാറിവില്ലേ അരികിലോ നീയല്ലേ മായാതെ ഇളനിലാ